നമസ്കാരം ചേച്ചി. നമസ്കാരം. ഇപ്പം നമ്മുടെ നാട്ടിലിപ്പം പൊതുവെ കോട്ടയത്ത് ഹരിതകർമ്മസേനയ്ക്ക് നേരെ നിരന്തരം ആക്രമണങ്ങളും അധിക്ഷേപങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് 2 തവണയാണ് ഹരിതകർമ്മസേനാംഗങ്ങൾ തെറിവിളി കേൾക്കേണ്ടി വരുന്നൊരവസ്ഥ. അതിനൊപ്പം ആക്രമണവും പട്ടിയെ അഴിപ്പിച്ച് വിട്ട് കടിപ്പിക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായി. അപ്പം അതിനെക്കുറിച്ച് എന്താണ് ചേച്ചിയുടെ ഒരു അഭിപ്രായം? നമ്മുടെ നാട്ടിൽ ഇന്നും ഹരിതകർമ്മ സേന എന്താണ് എന്നത് മനസ്സിലാക്കാത്ത ആൾക്കാരാണ് നമുക്കിടയിൽ തന്നെ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഹരിതകർമ്മ സേനക്കാർ വീട്ടിലെത്തുമ്പോൾ അല്ലെങ്കിൽ അവർ പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളായിട്ട് ചോദിച്ച് വരുമ്പോൾ തന്നെ അവരെ തല്ലാനും അവരെ എന്താ ജോലിക്കാരെന്ന രീതിയിൽ വെറും ഒരു തൊഴിലാളി എന്ന രീതിയിലൊക്കെ അവരുടെ അടുത്തൊക്കെ മോശമായി സംസാരിക്കുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ്. കാരണം ഇപ്പോൾ നമ്മുടെ ഏതൊരു വീട്ടിലും വേസ്റ്റ് ഉണ്ടാവും, ഏതൊരു വീട്ടിലും മാലിന്യങ്ങളുണ്ടാകും. എന്നാൽ ഇതെടുക്കാൻ വരുന്നത് അവർ ഒരുപക്ഷെ കയ്യുറയില്ലാതെയോ രോഗം പോലും വരുന്ന ഒരു സാഹചര്യമൊക്കെ അവർ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് അവിടെ എത്തുന്നത്. എന്നാൽ ഇവരെ നോക്കിക്കാണുന്ന കാഴ്ചപ്പാടിൻ്റെ രീതിയാണ് അവിടെ വരുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് വേണം പറയാൻ. അതെനിക്ക് തോന്നുന്നു ഈ ഗവൺമെൻറ് ഒരു 50 രൂപ പിരിക്കുന്നുണ്ടല്ലോ, ഒരു ചാക്ക് പ്ലാസ്റ്റിക് എടുത്താൽ ഹരിതകർമ്മസേനയ്ക്ക് ഒരു 50 രൂപ കൊടുക്കണം. ഇത് ജനങ്ങൾ ഒരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിൽ ഒരു ബാധ്യത ആയിട്ടാണ് കാണുന്നത്. അത് വേസ്റ്റ് കൊടുക്കണം, 50 രൂപയും കൊടുക്കണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മുടെ വീട്ടിൽ ആ ഒരു വേസ്റ്റ്, അതും പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് വേസ്റ്റാന്നുള്ളത് മനസ്സിലാക്കണം. അതൊന്നും നമുക്ക് കൂട്ടമിട്ട് കത്തിക്കാനായിട്ടൊന്നും സാധിക്കില്ല. അങ്ങനെ അത് ക്യാൻസർ വരെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള രീതിയിലായി പോകും. ക്യാൻസർ ഉണ്ടാക്കും, അത് പ്രകൃതിക്ക് ദോഷമാണ്. അതുപോലെ തന്നെ ഇത് നമ്മളിപ്പം പ്ലാസ്റ്റിക് കത്തിക്കുകയാണെങ്കിൽ ഒരു വീഡിയോ എടുത്ത് നഗരസഭയ്ക്ക് അയച്ചു കൊടുത്താൽ 25,000 വരെ ഫൈൻ അടയ്ക്കേണ്ട ഒരു കേസാണത്. അതെ. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർ വന്ന് പ്ലാസ്റ്റിക് എടുത്തു കൊടുക്കുമ്പോൾ ഒരു 50 രൂപ നമ്മളിന്ന് ഒരു മീൻ മേടിക്കുകയാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ അരി മേടിക്കാൻ തന്നെ ഈ 50 രൂപയിൽ കൂടുതലായി തന്നെയാണ് ഒരു തുക നമ്മൾ ഈടാക്കുന്നത്. ഈ മാസത്തിലൊരു 50 രൂപയുടെ കാര്യമുള്ളൂ, ദിവസവും ഉള്ള കാര്യവും അല്ല. എന്നാൽ നിത്യോപയോഗ സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ എത്രയോ രൂപയാണ് ഒരു ദിവസം നമ്മൾ ചിലവാക്കുന്നത്. അതിൽ ഒരു മാസം ഒരു 50 രൂപ മാത്രമേ അവർ ചോദിക്കുള്ളൂ. ഇവർ ചോദിക്കുമ്പോൾ ഈ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു വീട്ടിൽ ചെന്ന് ചോദിക്കുമ്പോൾ അവരുദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ ചോദിക്കുകയാണ് അല്ലെങ്കിൽ ഇവർക്ക് നമ്മൾ ഈ പൈസ കൊടുക്കണോ. പക്ഷേ ഇത് മനസ്സിലാക്കേണ്ടത് ഒരു ഗവൺമെൻറ് റൂളാണ്. ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് എടുക്കാൻ വരുമ്പോൾ 50 രൂപ അവിടെ കൊടുക്കണമെന്ന് പറയുന്നത്. അവർ പട്ടിയെ വിട്ട് കടിപ്പിക്കുക അല്ലെങ്കിൽ മോശമായി തെറിവാക്ക് പറയുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു എന്താ പറയുക മനസാക്ഷി ഇല്ലാത്ത തരത്തിലേക്ക് പോകുന്ന ഒരു രീതികളാണ് കണ്ടുവരുന്നത്. ഇവരൊക്കെ ഹൃദയം അത്ര കഠിനമാണോ എന്ന് വേണം നമുക്കിവിടെ ചോദിക്കേണ്ടി വരുന്നത്. അതെ, ഒരുപാട് ഹരിതകർമ്മ സേനാംഗങ്ങളായ സ്ത്രീകൾ ഇതിനെക്കുറിച്ച് പലതവണ പരാതി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു വീട്ടിലേക്ക് പ്ലാസ്റ്റിക് എടുക്കാൻ പോയാൽ അവിടെ നിന്ന് തെറി വിളിക്കുക, അടിക്കാൻ വരിക, അതുപോലെ തന്നെ പട്ടിയെ വിട്ട് കടിപ്പിക്കുക. ഇവിടെ കോട്ടയത്ത് മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇനി ഇവിടെ മറ്റൊരു കാര്യം പറയുന്നത് ഹരിതകർമ്മ സേനക്കാരുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം അടുത്തിടെ സോഷ്യൽ മീഡിയ ചർച്ചയുണ്ടായിരുന്നു. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവരെയും അടച്ചാക്ഷേപിക്കേണ്ട കാര്യങ്ങളില്ല ഇവിടെ. കാരണം ചിലരതിൽ ചില സ്വഭാവം ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ തിരിച്ചിങ്ങോട്ട് പറയുന്നവരുണ്ടാകാം. അതിന് അവരെ മറ്റൊരു രീതിക്ക് കാണേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. എല്ലാവരും ജീവിക്കാൻ വേണ്ടിയാണ് വരുന്നത്. അവരെ ഇത്തരത്തിൽ പഞ്ചായത്തുകാർ അല്ലെങ്കിൽ നഗരസഭക്കാർ അവരെ ഇങ്ങനെ കോൺട്രാക്റ്റ് ബേസിലൊക്കെ എടുത്തിട്ടുണ്ടാവാം. പക്ഷേ നമ്മളെപ്പോലെ തന്നെ അവർ മനുഷ്യരാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. നമ്മുടെ വീട്ടിലെ പ്ലാസ്റ്റിക് വേസ്റ്റാണ് അവരെടുത്തിട്ട് പോകുന്നത്. അതിനൊരു 50 രൂപ കൊടുത്തു എന്ന് വെച്ച് ആർക്കും ഒരു നഷ്ടം ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷേ അത് നമ്മൾ അവരോട് സഹകരിക്കുക. നമ്മുടെ പ്ലാസ്റ്റിക് ഇവിടെ മനസ്സിലാക്കുക. മറ്റൊരു കാര്യമുണ്ട്, പ്ലാസ്റ്റിക്കുകൾ വൃത്തിയായി കഴുകി കൊടുക്കണമെന്ന് പറയുന്നു. അത് സ്വാഭാവികമായിട്ടൊരു കാര്യമാണ്. ഇവർ ഒരു മാസത്തിൽ എപ്പോഴാണ് വരുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ നമ്മളിപ്പോൾ ഒരു പാലിൻ്റെ കവറായിരുന്നാൽ പോലും അതെടുത്ത് കഴുകി ആ കവറൊന്ന് ഉണക്കി വെച്ച് കഴിഞ്ഞിരുന്നാൽ അവർക്ക് കൊടുക്കാൻ ഏത് ദിവസം വന്നാലും കൊടുക്കാൻ അവർക്ക് അത് പ്രായോഗികമായിട്ടിരിക്കും. എന്നാൽ അവർ വരുന്ന ദിവസം ഒരുപക്ഷെ നമ്മളിത് കഴുകാതെയൊക്കെയാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ അടുക്കളയിൽ തന്നെ ഈച്ച വരാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ പുഴുക്കളുണ്ടാകാം. അത് ആർക്കാണ് ദോഷം ചെയ്യുന്നത്? നമുക്ക് തന്നെയാണ് ദോഷം ചെയ്തത്. ഇനി നമ്മൾ ആ പ്ലാസ്റ്റിക് കവർ അതേപടി അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അത് രോഗം നമ്മുടെ വീട്ടിൽ നിന്ന് ബാധിച്ച് അത് അവരിലേക്കും പോകും. അപ്പോൾ ഇതെല്ലാം നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. നമ്മൾ അവരോട് തർക്കിക്കാനോ അല്ലെങ്കിൽ അവരോട് തല്ലുകൂടാനോ ഗുണ്ടായിസം കാണിക്കാനോ പോകുന്നതൊക്കെ തെറ്റ് തന്നെയാണ്. നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ മാലിന്യം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ വേസ്റ്റുകളെല്ലാം നമ്മളൊരു കഴുകി ഉണക്കി അതൊരു കവറിലാക്കി വെക്കുക. ഇവർ
വരുമ്പോൾ എപ്പോഴാണോ അവർ വരുന്നത് അതനുസരിച്ച് നമ്മളത് അറേഞ്ച് ചെയ്ത് വെക്കുക, അത് അവരിലേക്ക് എത്തിക്കുക, കൊടുക്കുക, അല്ല അവരോട് നല്ല രീതിയിൽ നല്ല സമീപനത്തോടെ ഇടപെടുക. ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു കാര്യമെന്ന് എനിക്ക് പറയാനുള്ളത്. അതെ, മാലിന്യ നിർമ്മാർജ്ജനം നല്ല രീതിക്ക് നടത്തുന്ന വീടുകളുണ്ട്. ഹരിതകർമ്മ സേനയെ അങ്ങോട്ട് വിളിച്ച് ഇത് കൊടുക്കുന്നത്. കാരണം പലർക്കും ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് കത്തിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ചുറ്റിലുള്ള മനുഷ്യർക്കും ബാധിക്കും, അതുപോലെ തന്നെ പ്രകൃതിക്കും ദോഷമാണ്. ഈ കത്തിക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലും ആയിരിക്കും. അതെ അതെ. ഇത് ശ്വസിക്കുമ്പോൾ കുഞ്ഞു കുട്ടികളുണ്ടാകും, ഗർഭിണികളുണ്ടാകും, പ്രായമായവരുണ്ടാകും, ഹൃദ്രോഗികളുണ്ടാകും. എല്ലാവർക്കും ഇതൊരു മൊത്തത്തിൽ ഒരു പ്രശ്നമാണ്. ഇതിനെയാണ് സർക്കാർ ഒരു നല്ല പദ്ധതി കൊണ്ടുവന്ന് നമ്മൾ ഉപയോഗിച്ച പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കഴുകി ഉണക്കി വൃത്തിയാക്കിയാൽ ഹരിതകർമ്മസേന വന്ന് എടുത്തുകൊണ്ട് പോകും. അവർക്കൊരു ചാക്കിന് 50 രൂപ, ഒരു ചാക്കിനാണ് 50 രൂപ കൊടുക്കുന്നത്. അത് ഇത്രയും വലിയൊരു ബുദ്ധിമുട്ടായി കാണുന്നൊരു ജനങ്ങൾ കൂടെ ഉണ്ട്. പലപ്പോഴും സോഷ്യൽ മീഡിയയിലാണ് ഇത്തരക്കാർ കൂടുതൽ കാണുന്നത്. കമന്റ് സെക്ഷനിൽ നോക്കിയാൽ അറിയാം, ഹരിതകർമ്മസേനയെ തെറി വിളിക്കുന്നവർ അവിടെയും ഉണ്ട്. എന്നാൽ ഇവരുടെ വീട്ടിലൊരു ദിവസം ഈ പാല് മേടിക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങൾ കവറിൽ മേടിക്കാതിരിക്കുകയല്ലല്ലോ ചെയ്യുന്നത്. ഇവർ ഈ സാധനങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹരിതകർമ്മസേനയ്ക്ക് നിങ്ങളത് കൊടുക്കുന്നില്ല എന്ന് കരുതുക. പിന്നെ നിങ്ങൾ ഈ പ്ലാസ്റ്റിക് എന്ത് ചെയ്യും? കണ്ടവൻ്റെ പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞ് ആളാവാൻ അല്ല ഇവിടെ നോക്കേണ്ടത്. ആ പ്ലാസ്റ്റിക്കുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അത് മണ്ണിൽ അലിഞ്ഞു ചേരുന്ന ഒരു വസ്തു അല്ല എന്നുള്ളത് ആദ്യം സ്വയം മനസ്സിലാക്കുക. ഇവർ വന്ന് എടുത്തതിന് ശേഷം അതിനെ നിർമ്മാർജ്ജനം ചെയ്തത് മറ്റൊരു തരത്തിലാണ്. അതുകൊണ്ട് വസ്തുവാക്കി മാറ്റും ഈ പ്ലാസ്റ്റിക് കൊണ്ടുപോയിട്ട്. അതെ, അത് നാം മനസ്സിലാക്കി വെച്ചിരിക്കുക. ഈ പ്ലാസ്റ്റിക്കുകൾ നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങൾ അവരെടുത്തുകൊണ്ട് നമ്മുടെ വീടിനെ അവർ ശുദ്ധീകരിച്ചു കൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരോട് സഹകരിക്കുക. നമ്മൾ അവർക്കൊരു 50 രൂപ കൊടുക്കുന്നത് വലിയൊരു നഷ്ടമല്ല, മാസത്തിലാണ് കൊടുക്കുന്നത്. അതും അവരല്ല ഉപയോഗിക്കുന്നത്, അത് അവർ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിന് കൃത്യമായ കണക്കും രേഖകളും എല്ലാം ഉണ്ട്. അതേസമയം നമ്മൾ പൈസ കൊടുത്തില്ലെങ്കിൽ, നമ്മുടെ പ്ലാസ്റ്റിക് അവരെടുക്കുകയാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്നാണ് ഈ പൈസ പോകുന്നത്. ആ ഒരു കാര്യം കൂടെ ഉണ്ട്. അതുകൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. നമ്മൾ കൊടുക്കാതെ തർക്കിച്ച് നമ്മൾ അവരെ പറഞ്ഞു വിടുമ്പോൾ എടുക്കുന്ന പ്ലാസ്റ്റിക്കിന് അവർ ഒരു പക്ഷേ ജീവിതം പോലും കഴിയാൻ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലെത്തുന്ന ഹരിതകർമ്മ സേനയിലെ അംഗമായിരിക്കാം. അവർക്ക് സ്വയം അവരുടെ പോക്കറ്റിൽ നിന്ന് 50 രൂപ വയ്ക്കേണ്ടി വരുന്നു. അത്രയധികം വളരെ ബുദ്ധിമുട്ടിലാണ് ഹരിതകർമ്മ സേനക്കാർ ഓരോ വീടുകളിൽ വരുമ്പോൾ അവർ എന്ത് നേരിടേണ്ടി വരുമെന്ന് അറിയാത്ത ഒരു സാഹചര്യത്തിലാണ് അവരെത്തിച്ചേരുന്നത്. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവരോട് സഹകരിക്കുക, നല്ല രീതിയിൽ അവരോട് ഇടപെടുക. ഇത്തരത്തിലുള്ള നമ്മുടെ വീടിനെ ശുദ്ധീകരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ വീടിനെ നല്ല രീതിയിൽ ശുചിയാക്കാൻ എത്തുന്ന തരത്തിലുള്ളവരാണ്. അതുകൊണ്ട് അവരോട് നല്ല രീതിയിൽ നല്ലൊരു സമീപനമാണ് നമ്മളിവിടെ അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത്.